ഗതാഗത നിയമങ്ങൾ ഗൗനിക്കാതെ തോന്നിയ വഴിയിലൂടെ പരക്കം പായുന്ന സ്കൂട്ടറുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ തുടർക്കഥയാകുന്നു. വാഹനങ്ങൾ പോകുന്നതിന്റെ എതിർദിശയിൽ സ്കൂട്ടർ ഓടിക്കുന്നത് പതിവാണ്. ഏറ്റവും ജനസാന്ദ്രത കൂടിയ നെയ്ഫ് മേഖലയിൽ കഴിഞ്ഞ ദിവസം തെറ്റായ ദിശയിലൂടെ ഓടിച്ച സ്കൂട്ടർ കാറിലിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്കേറ്റു. സ്കൂട്ടറുകളുടെ നിയമലംഘനത്തിൽ പോലീസ് നടപടി കടുപ്പിച്ചെങ്കിലും റൈഡർമാരുടെ അനാസ്ഥ തുടരുകയാണ്. നഗര റോഡുകളിൽ ഇപ്പോൾ പുതിയൊരു ഭീഷണി ഉയർന്നു വരികയാണ്. പരിസ്ഥിതി സൗഹാർദ്ദ യാത്രാമാർഗം എന്ന പേരിൽ എത്തിയ സ്കൂട്ടറുകൾ ഇന്ന് പൊതുജന സുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളിയാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി റോഡുകൾ സ്വന്തം കളിസ്ഥലമാക്കി മാറ്റുന്ന ചില സ്കൂട്ടർ റൈഡർമാർ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. ഗതാഗത നിയമങ്ങൾ പാലിക്കാതെ തോന്നിയ വഴിയിലൂടെ അമിത വേഗത്തിൽ പായുന്ന സ്കൂട്ടറുകൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുകയാണ്. നെയ്ഫ് മേഖലയിൽ കഴിഞ്ഞ ദിവസം നടന്ന അപകടം അപകട സാധ്യത എത്ര ഗുരുതരമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. തെറ്റായ ദിശയിലൂടെ എത്തിയ സ്കൂട്ടർ ഒരു കാറിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്കേറ്റു. ഹെൽമറ്റോ മറ്റു സംരക്ഷണ ഉപകരണങ്ങളോ ഇല്ലാതിരുന്നതിനാൽ പരിക്ക് കൂടുതൽ സങ്കീർണമായി. സ്കൂട്ടറുകൾക്ക് ബോഡി പ്രൊട്ടക്ഷനോ സുരക്ഷാ കവചങ്ങളോ ഇല്ലാത്തതിനാൽ ചെറിയൊരു അപകടം പോലും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കാനിടയുണ്ട്. അതേസമയം പോലീസ് പരിശോധനകളും നിയമ നടപടികളും ശക്തമാക്കിയിട്ടും പല റൈഡർമാരും ഇതിനെ ഗൗരവമായി കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റു വാഹനങ്ങൾക്കുള്ള ഗതാഗത നിയമങ്ങൾ തങ്ങൾക്ക് ബാധകമല്ല എന്ന തെറ്റിദ്ധാരണയിലാണ് സ്കൂട്ടർ യാത്രകളിൽ പലരും ഏർപ്പെടുന്നത്. ഇത് സ്വന്തം ജീവന് മാത്രമല്ല റോഡിലെ മറ്റു യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായിരിക്കുകയാണ്. സ്കൂട്ടർ യാത്രകൾ സുരക്ഷിതവും ഉത്തരവാദിത്തപരവുമായിരിക്കണം. നിയമലംഘനങ്ങൾ തുടർന്നാൽ അപകടങ്ങൾ കൂടുക മാത്രമല്ല നഷ്ടമാകുന്നത് വിലപ്പെട്ട മനുഷ്യജീവനുകളായിരിക്കും. റോഡുകൾ എല്ലാവർക്കും ഉള്ളതാണ്, നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ.